പാണക്കാട് സാദിഖലി തങ്ങൾക്കെതിരെ വ്യാജ പ്രചാരണം നടത്തിയെന്ന പരാതിയിൽ കേസ്. അപകീർത്തിപ്പെടുത്തൽ, പ്രകോപനം സൃഷ്ടിക്കൽ, വ്യാജരേഖ ചമയ്ക്കൽ എന്നീ കുറ്റകൃത്യങ്ങൾ ചുമത്തിയാണ് കേസെടുത്തത്. മുസ്ലിം ലീഗ് നൽകിയ പരാതിയിലാണ് മലപ്പുറം സൈബർ ക്രൈം പോലീസ് കേസെടുത്തത്. വ്യാജ പോസ്റ്റ് പ്രചരിപ്പിച്ച സൈബർ ഹാൻഡിലുകൾക്കെതിരെയും ലീഗ് പരാതി നൽകി. ആരോപണം ഉന്നയിച്ച ഫേസ്ബുക്ക് അക്കൗണ്ട് ഫോളോ ചെയ്തിരിക്കുന്നത് CPM സൈബർ ഹാൻഡിലായ അഫ്സൽ പാണക്കാടിനെ മാത്രമാണ്. ആരോപണം ഉന്നയിച്ച ഫേസ്ബുക്ക് അക്കൗണ്ടിനെ കുറിച്ച് അറിയില്ലെന്ന് അഫ്സൽ പ്രതികരിച്ചു. തങ്ങൾക്കെതിരെ വ്യാജ പ്രചാരണം നടത്തുന്നത് മാപ്പർഹിക്കാത്ത തെറ്റാണെന്നും കുറ്റക്കാർക്കെതിരെ ശക്തമായ നടപടി വേണമെന്നും ഡോക്ടർ KT ജലീൽ ആവശ്യപ്പെട്ടു. മുഹമ്മദ് അസ്ലം വിവരങ്ങൾ നൽകും. അസ്ലം, പോലീസ് എന്തെങ്കിലും കണ്ടെത്തിയതുവരെ? പോലീസ് അന്വേഷണം തുടരുന്നു എന്നാണ് പോലീസ് പറയുന്നത്. പോലീസിന് ലഭിക്കുന്ന പ്രാഥമിക പ്രകാരം ഇന്ത്യക്ക് പുറത്തുനിന്നുള്ള ഒരു ഐഡിയിൽ നിന്നാണ്, പിന്നെ ഒരു കമ്പ്യൂട്ടർ ഉപയോഗിച്ച ഐഡിയിൽ നിന്നാണ് ഈ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ചെയ്തിരിക്കുന്നതെന്നാണ് ലഭിക്കുന്ന വിവരം. മറ്റ് ഡീറ്റെയിൽസ് മറ്റ് സൈബർ വിദഗ്ധരുമായി സംസാരിച്ചതിന് ശേഷം മാത്രമേ പറയാൻ കഴിയുന്നതാണ് പോലീസ് പറയുന്നത്. അതേസമയം തന്നെ വ്യാജരേഖ സൃഷ്ടിക്കൽ, അതോടൊപ്പം തന്നെ അപകീർത്തിപ്പെടുത്തൽ ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തി BNS-ന്റെയും IT ആക്ടിന്റെയും വ്യത്യസ്ത വകുപ്പുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. അന്വേഷണം പുരോഗമിക്കുകയും ചെയ്യുന്നുണ്ട്. അതേസമയം തന്നെ സൈബർ ഹാൻഡിലുകൾ വഴി സൈബർ ആക്രമണവും ഈ വിഷയത്തിൽ സജീവമായിട്ടുണ്ട്. അതായത് അഫ്സൽ പാണക്കാട് എന്ന് പറയുന്ന ഒരു CPM സൈബർ ഹാൻഡിലാണ് ഈ ഒരു പിന്നെ ഈ വ്യാജ പോസ്റ്റ് ഇട്ട ആ അക്കൗണ്ട് ഫോളോ ചെയ്തിരിക്കുന്ന ഒരാൾ മാത്രമാണ്. അപ്പൊ അത് മുൻനിർത്തിക്കൊണ്ട് അഫ്സൽ പാണക്കാടിനെതിരെ CPM സൈബർ ഹാൻഡിലുകൾക്കെതിരെയും വ്യാപകമായ വിമർശനം UDF-ന്റെയും ലീഗിന്റെയും സൈബർ ഹാൻഡിലുകൾ നടത്തുന്നുണ്ട്. അഫ്സൽ പാണക്കാട് ഇതിന് പിന്നിലെന്ന രീതിയിലാണ് പ്രചരണം നടക്കുന്നത്. പിന്നെ അദ്ദേഹം പറയുന്നു 81K ഫോളോവേഴ്സ് ഉള്ളൊരു പിന്നെ ഒരു പ്രൊഫൈലാണ് തന്റെ. അതുകൊണ്ട് തന്നെ ആരൊക്കെയാണെന്നുള്ളത് തന്റെ ഫോളോവേഴ്സിന് തിരിച്ചറിയാൻ ഫിൽട്ടർ ചെയ്യാൻ കഴിയാത്ത ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ താനല്ല ഇതിന് പിന്നിലുള്ളതെന്ന് കൂടി അദ്ദേഹം പറയുകയും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ മുസ്ലിം ലീഗ് ഈ ആദ്യത്തെ പോസ്റ്റ് ഷെയർ ചെയ്ത ആൾക്കാർക്കെതിരെ അവരുടെ പ്രൊഫൈലുകൾ വെച്ചുകൊണ്ട് വീണ്ടും ഒരു പോലീസ് പരാതി നൽകുന്നുണ്ട്. കാരണം വ്യാജ പ്രചാരണം പ്രചരിപ്പിക്കാൻ ശ്രമിച്ചവർക്കെതിരെ നടപടി വേണമെന്ന ആവശ്യം കൂടി അവർ ഉന്നയിച്ചിട്ടുണ്ട്. എന്തായാലും സൈബർ പോലീസ് ഇപ്പോൾ പ്രചാരണത്തിൽ കേസെടുത്തിട്ടുണ്ട്. തുടർന്ന് അങ്ങോട്ട് മറ്റ് ഷെയർ ചെയ്തവർക്കെതിരെ പരാതി കൂടി മുസ്ലിം ലീഗ് നൽകും. ശരി അസ്ലം, ഒരു നിമിഷം. ഇപ്പോൾ അബ്ദുറഹ്മാൻ എണ്ടത്താണ് ഈ മുസ്ലിം ലീഗ് നേതാവ് ടെലിഫോണിലുണ്ട്. അബ്ദുറഹ്മാൻ എണ്ടത്താണ് ഇത് പരസ്പരം ആരോപണം ഉന്നയിക്കുന്നുണ്ട്. ഇതിന്റെ പേരിൽ ഇത് ലീഗുകാർ തന്നെ തങ്ങളുടെ ഇങ്ങനെ ഒരു വ്യാജ ചിത്രം ഉണ്ടാക്കിയിട്ട് CPM-നെ കൊടുക്കാൻ വേണ്ടി ചെയ്യുന്നതാണ് എന്നൊരു ആരോപണം സൈബറിനകത്തുണ്ട്. മറിച്ച് നിങ്ങൾ ആരോപിക്കുന്നത് CPM-കാർ ചെയ്യുന്നതാണ്, പണ്ട് കാഫിർ സ്ക്രീൻഷോട്ടൊക്കെ ഇറക്കിയതുപോലെ തെരഞ്ഞെടുപ്പ് സമയത്ത് ഇങ്ങനെ ഇറക്കുന്നതെന്നാണ്. ഇത് യഥാർത്ഥത്തിൽ വളരെ പെട്ടെന്ന് കണ്ടുപിടിക്കേണ്ട ഒരു പ്രശ്നമല്ലേ തെരഞ്ഞെടുപ്പ് കഴിയുന്നതിന് മുമ്പെങ്കിലും? അല്ല, ഇതില് CPM-കാർ ചെയ്യുന്നതാണ് എന്നൊരു ആരോപണം ഞങ്ങളുടെ നേതാക്കന്മാർ ആരും ഉന്നയിച്ചിട്ടില്ല. ഞങ്ങളുടെ നേതാക്കന്മാർ കൃത്യമായി കുഞ്ഞാലിക്കുട്ടി സാഹിബാകട്ടെ അല്ലെങ്കിൽ സലാം സാഹിബിൻ്റെതാകട്ടെ അവരുടെയൊക്കെ പ്രസ്താവനയിൽ ആ കാര്യങ്ങൾ പറഞ്ഞിട്ടുമുണ്ട്. കാരണം സയ്യിദ് സാദിഖലി ശിഹാബ് തങ്ങളെ പോലെയുള്ള ഒരു വ്യക്തിത്വം, അദ്ദേഹത്തെ അടുത്തറിയുന്നവർക്ക് ആർക്കും അറിയാം. അത്രയേറെ തന്റെ വ്യക്തിവിശുദ്ധിയിൽ മുന്നിട്ട് നിൽക്കുന്ന, സമൂഹത്തോട് ഇടപെടുന്നതിൽ മാന്യത കാണിക്കുന്ന ഒരു നേതാവിന് അദ്ദേഹത്തിന്റെ വ്യക്തിത്വമാണ് മുസ്ലിം ലീഗ് പാർട്ടിയുടെ ഇപ്പോഴത്തെ ഏറ്റവും വലിയ മുതൽക്കൂട്ടി എന്നത് കേരളത്തിലെ രാഷ്ട്രീയ ചലനങ്ങൾ അറിയുന്ന ഏതൊരാൾക്കും അറിയാം. അപ്പൊ അദ്ദേഹത്തിനെതിരായി ഒരു നീക്കം നടത്തിയാൽ, അദ്ദേഹത്തെ പൊതുസമൂഹത്തിൽ ഇകഴ്ത്താൻ ശ്രമിച്ചാൽ അതുവഴി ലാഭമുണ്ടാക്കാം എന്നാഗ്രഹിക്കുന്ന ആരാണെങ്കിലും, അവർ ഞങ്ങൾ ഇന്ന ആളുകൾ എന്ന് പറയാൻ കഴിയില്ല, ആരാണെങ്കിലും അവർ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരണം. ഇതിന്റെ പിന്നിലുള്ളവരെ കണ്ടെത്തണം. അത് വളരെ അടിയന്തരമായി ചെയ്യേണ്ടതാണ്. ഈ ആധുനിക കാലഘട്ടത്തിൽ എല്ലാ നവീനമായ സൗകര്യങ്ങളുമുള്ള നമ്മുടെ സംവിധാനത്തിന് അവരെ കണ്ടെത്താനാകും എന്ന ആത്മവിശ്വാസമാണ് ഞങ്ങൾക്ക്.